3 പിന്നുകൊണ്ട് എങ്ങനെ സെറ്റ് മുണ്ട് ഉടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണിത്. നമ്മുടെ നോൺ മലയാളി ഫ്രണ്ട്സിനും ബിഗിനേഴ്സിനും ഇതെന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് മുണ്ടൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. സെറ്റ് മുണ്ടിൻ്റെ ഒരു ഡ്രേപ്പിംഗ് ട്യൂട്ടോറിയലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഓണം അടുക്കുമ്പോൾ പൊതുവെ ഓണാഘോഷങ്ങൾ പലയിടത്തും ഉണ്ടാവും. നമ്മുടെ സൊസൈറ്റിയിലായാലും കോളേജസിലും സ്കൂൾസിലും ഒക്കെ അതുപോലെ തിരുവാതിര കളി അങ്ങനത്തെ ഓണം റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, ഡാൻസും കാര്യമൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഡാൻസോ അല്ലെങ്കിൽ തിരുവാതിരയൊക്കെ കളിച്ചിട്ടുണ്ടാകുമ്പോഴും ഡ്രസ്സ് മോശമായിരിക്കരുത്, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു അയണിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. ആദ്യം നമുക്ക് സെറ്റും മുണ്ടും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. കാരണം ഞങ്ങളുടെ സൊസൈറ്റിയിൽ പ്രോഗ്രാം ഉണ്ടായപ്പോൾ കുറേ നോൺ മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലവര് മുണ്ട് നേരിയത് മുണ്ടായിട്ട് ഉടുത്തിട്ടൊക്കെ വന്നു. അപ്പൊ അതിന് നീളം മാച്ച് ആവില്ല, അപ്പൊ ശരിയാവില്ല. അപ്പൊ അതിന്റെ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഒരു നോൺ മലയാളീസിന് എങ്ങനെയാണ് ഇത് സെറ്റ് മുണ്ട് ഉടുക്കാൻ പറ്റുന്നതെന്നും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതാ യു ഹാവ് ടു കീപ് ഇറ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിഡ്ത്തായിട്ട് മടക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോ ഒന്ന് വലുതായിരിക്കും, ഒന്ന് ചെറുതായിരിക്കും. ദിസ് ഷോർട്ട് വൺ വിൽ ബി ദ താരി പീസ്. ആൻഡ് ഈ താഴെയുള്ള മുണ്ടാണ് മുണ്ടായിട്ട് ഉടുക്കേണ്ടത്. അതായത് ദ സ്മോളർ വൺ ഫോർ ദിസ് പോർഷൻ ആൻഡ് ദ ബ്രോഡർ വൺ is down. This is how you differentiate. ഇത് നമ്മുടെ മലയാളികൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ കൊച്ചു കുട്ടികൾക്ക് സെറ്റ് മുണ്ട് ഉടുത്ത് തുടങ്ങുന്നവർക്ക് മാത്രമേ ഇതിൽ ഡൗട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ എപ്പോഴും സെറ്റ് മുണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. സാരിനേക്കാളും വളരെ കംഫർട്ടബിളും ഉടുക്കാൻ എളുപ്പമാണ് സെറ്റ് മുണ്ട്. പക്ഷേ അതെങ്ങനെ ഉടുക്കുക എന്നുള്ളത് നമ്മൾ അറിയണമെന്ന് മാത്രം. സെറ്റ് മുണ്ട് ഉടുക്കാനുള്ള ആ ഒരു സ്റ്റൈൽ കിട്ടിയാൽ നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും, നല്ല കംഫർട്ടബിളുമാണ്. സോ നമുക്കിത് അയൺ ചെയ്ത് എടുത്തിട്ട് വരാം. നേര് ഇതുപോലെ നിവർത്ത് വെക്കുക. അതിൻ്റെ ബോർഡറിൻ്റെ കണക്കായിട്ടുള്ള വീതി ഇത്രയാണ് ഇതിന് ബോർഡർ വരുന്നത്. ഈ ബോർഡറിൽ ആദ്യത്തെ പ്ലീറ്റ്സ് മടക്കിയെടുക്കാം. കുറച്ചുകൂടെ വീതി വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂട്ടിയിടാം. ഞാൻ ഇതേ വീതിയിലാണ് എടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിനകത്തോട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കി മടക്കിയെടുക്കാം. നമുക്കിവിടെ നിവർത്തി വെച്ചിട്ട് തന്നെ കൈ കൊണ്ട് ഇതുപോലെ ഈ ബോർഡറിൽ പിടിച്ചാൽ ഈസി ആയിരിക്കും. ബോർഡറിൽ പിടിച്ച് ചെറുതായി ഇങ്ങനെ പിൻ ചെയ്ത് എടുക്കുക. ഇതുപോലെ പിൻ ചെയ്തെടുത്ത് നമുക്കിവിടെ പിൻ ചെയ്യാം. ഇവിടെ ഒരു പിൻ ചെയ്യാം. ഇത് ഇതുപോലെ പിടിച്ച് കുറച്ചുകൂടെ താഴോട്ടും ഇതേ വിഡ്ത്തിൽ നമുക്ക് പിൻ ചെയ്ത് നോക്കാം. ഇതിനി നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കൈയുടെ ഈ ഒരു നമ്മൾ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് വരെ നമുക്ക് ഏകദേശം പ്ലീറ്റ്സ് എടുക്കേണ്ടി വരും. ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഷോൾഡറിന് കണക്കായി വരുന്ന സ്ഥലം നമുക്ക് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് പ്ലീറ്റ്സ് അയൺ ചെയ്തെടുക്കണം. ഈ പ്ലീറ്റ്സ് സെറ്റാക്കി വെച്ചതിന് ശേഷം ഓൾറെഡി നമ്മുടെ പ്ലീറ്റ്സ് ഉണ്ട്, അതൊന്ന് എത്ര ഒരു വീതി വേണമെന്ന് വെച്ചാൽ അതിന് കണക്കാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്കൊരു അയണിങ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പിൻ ചെയ്യുമ്പോൾ അതുപോലെ ഭംഗിയിൽ നിന്നോളും. അയണിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രേപ്പ് ചെയ്യാം.
ജസ്റ്റ് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഷേപ്പ് വെയറിന് പോവാം. തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി അതിനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കോട്ടൺ വിട്ടുള്ള സ്കേർട്ട് എടുക്കുന്നതാണ് നല്ലത്. ഈ കെട്ട് സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ കെട്ട് എപ്പോഴും റൈറ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് സൈഡിൽ വരാൻ തക്കത്തിന് വേണം ഉടുക്കാൻ. സാരി പോലെ ലെയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും റൈറ്റ് സൈഡിൽ കെട്ടുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഫസ്റ്റ് മുണ്ട് ഡ്രൈപ്പ് ചെയ്യാം. മുണ്ട് ഇങ്ങനെ ഇട്ട് പിടിക്കാം. ടക്കിങ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. സാരി പോലെ റൈറ്റ് സൈഡിലല്ല ടക്ക് ചെയ്ത് വരിക. ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡാണ്. ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ടക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഫുൾ ചുറ്റി നോക്കുക. എന്നിട്ട് ഈ ബോർഡർ മിഡിലിൽ വരുന്ന തരത്തില് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം. ഇതിപ്പോ ഞാൻ അകത്തേക്ക് ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇതാ അകത്തേക്ക് ഒരു ഫോൾഡ് ഉണ്ട്. പിന്നെ ഇങ്ങനെ, അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ ബോർഡർ മിഡിലായിട്ടാണ് കിട്ടുന്നത്. മിഡിലായിട്ട് കിട്ടുന്ന ഭാഗത്തിന് പിടിച്ച് ബാക്കി പോർഷൻ അതുപോലെ നമ്മൾ അകത്തേക്ക് ടക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് ചുറ്റിലും അതുപോലെ തന്നെ നീളത്തിൽ തന്നെ അകത്തോട്ട് ടക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നീറ്റായിട്ട് കിട്ടും. താഴെ മുണ്ടിൻ്റെ ഹൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ടക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അകത്തോട്ട് തന്നെ ഫോൾഡിംഗ് ഒന്നും ഇല്ലാതെ ടക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പിന്ന് കൊടുക്കാം. പിന്നെ ഇല്ലെങ്കിലും ഇതവിടെ സേഫ് ആയി നിന്നോ. ഇത് നമുക്ക് നേരിയത് എങ്ങനെ ഇടുന്നത് നോക്കാം. നേരിയത് ഓൾറെഡി നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കണക്കാക്കി വെക്കുക. ഫ്രണ്ടില് പ്ലീറ്റ്സ് വെച്ചത് കണക്കാക്കി എടുക്കുക. ഇത് വലിച്ച് നല്ല ടൈറ്റ് ആക്കി എടുത്ത് പിടിച്ചു വെക്കുക. ആദ്യം ഒരു പ്രത്യേക കാര്യം സെറ്റ് കൊണ്ടില്ല, ഈ ഭംഗിക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതിന്റെ പിറകിൽ വരുന്ന കോണാണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിവിടെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിറകില് കോൺ ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ എടുത്ത് ഇവിടെ ഒരു പിന്ന്, അവിടെ ഒരു പിന്നും, ഇവിടെ നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കഴിച്ച് ഈ ഒരു പിന്നും ചെയ്താൽ നമ്മുടെ സെറ്റും കൊണ്ട് റെഡിയായി. ഇവിടെ ലൂസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കുറച്ചുകൂടെ വലിച്ച് പിൻ ചെയ്താൽ മതി. ഈ പിൻ അഴിക്കണ്ട, അഴിക്കാതെ തന്നെ ഇവിടുന്ന് ഒന്ന് വലിച്ച് പിൻ ചെയ്തിട്ടാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും. 3 പിന്നുകൊണ്ട് സെറ്റും കൊണ്ട് റെഡി. ഒരു പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ വേസ്റ്റ് വരുന്നിടത്ത് അല്ലെങ്കിൽ നേരിയത് വരുന്നിടത്ത്, പിന്നെ ഒന്ന് മുണ്ട് സെക്യൂർ ചെയ്യണമെങ്കിൽ ഒരു പിന്ന്, അത് മാത്രം ഇഷ്ടമുള്ള ആക്സസറിയിലൂടെ പെയർ ചെയ്താൽ നമ്മുടെ ഓണത്തിന്റെ ഗെറ്റപ്പ് റെഡി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എളുപ്പമായിട്ട് കോൺഫിഡൻസോടുകൂടെ നമുക്ക്